അല്ല ഇവിടെ എന്താ നല്ല തിരക്കുണ്ടല്ലോ. പഞ്ചറാണോ? ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗായിട്ട് വന്നതാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും അതേപോലെ ഒരു പരിപാടിയിലും ഇല്ല. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് കാണിക്കാന്ന് കരുതി. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പിലാണ്. അപ്പോൾ ആരൊക്കെ ഉള്ളത് വെച്ചാൽ നമ്മളെ സുഹൈലുണ്ട്, സൽമാനുണ്ട്, പിന്നെ അഷ്റഫ് ഉണ്ട്. അപ്പൊ പോയി നോക്കില്ലേ സുഹൈല? പോയി നോക്കാം. എന്തൊക്കെയാടാ? അത് പിന്നെ ചെയ്യാം. നമ്മള് പോട്ടെ. അതെ ആ ട്രിപ്പിന്റെ മൂടാണ് പോകൂലേ. അപ്പൊ എങ്ങോട്ടാണ്? എന്താ പരിപാടി? എന്താ വണ്ടിയിൽ കേറിക്കണല്ലേ? എങ്ങോട്ടാ പോണ? കാണാൻ പോയാ? സൽമാന്റെ അല്ലേ? അതുണ്ട്. അത്യാവശ്യം സ്പോട്ടിൽ തന്നെ കേറിയില്ലേ നമ്മള് ഇട്ട്. സൽമാൻ ഇവിടെ എപ്പെട്ടോ ഒറ്റടിക്ക് 5 മിനിറ്റ് കൊണ്ടൊക്കെ എന്താണ് ഒരു 1Kന്റെ മുകൾക്കാണ് വ്യൂസ്. സൽമാൻ ശരിക്കും പറഞ്ഞ ഒരു അനാൻഷ അല്ലെ വൈബാണ്. അശോ സൽമാനെ ഒരു അനാൻഷ വൈബാണ് അറിയാം. സൽമാനൊക്കെ നമ്മളപ്പോ ഉള്ളത് വടക്കൻ വീട്ടിലെ സുഹൈല അല്ലേ. അസർപ്പിന്റെ മറ്റേ വീഡിയോ ഉണ്ടല്ലോ, അത്യാവശ്യം പിന്നെ റീച്ച് ആയിട്ടുണ്ട്. ഈ വീഡിയോ ഒന്നും അല്ല കേട്ടി. നമ്മുടെ പയ്യന്മാരെ വീഡിയോസ് ഉണ്ട്. ഇവര് പിന്നെ ക്യാമറ കാണുമ്പോ ക്യാരക്ടർ മാറുന്നുണ്ട്. അതാണ് ഗൈസ് ക്യാമറ. സൽമാൻ യൂട്യൂബ് ചാനൽ ഉണ്ട്. കാര്യം ഓപ്പ കാണിച്ചു തന്നെ. 5 മില്യൺ കണ്ടല്ലേ? അല്ലേ ചില്ലിമ മുട്ട സൂചന വെച്ചെടുത്തോ. സുഹൈല എന്റെ 2 വരി പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. അല്ല നിലവിൽ എന്റെ ഫോളോവേഴ്സ് കുറക്കണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. ആകെ 110 ഫോളോവേഴ്സ് ആണ്. അതിനൊരു 10 ഫോളോവേഴ്സ് കുറഞ്ഞാലും വേണ്ടില്ല. പാടിക്കോ. സൽമാൻ പണ്ട് റബ്ബിൽ ലെവലിനൊക്കെ ഏതാ പാട്ടിയാടാ? അല്ല ഒരു മിനിറ്റ്, അത് മറ്റേ കോപ്പിറൈറ്റ് വരും. ഹലോ, അത് പ്രശ്നമാണ്. അങ്ങനെ പാടാനും പറ്റൂല. അല്ല ഇജ് ശരിക്ക് പാട്. അപ്പൊ ഡിലീറ്റ് ചെയ്യൂല. പക്ഷെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സിന്റെ പ്രശ്നം അതും വരും. ഫണ്ട് അമിതമായിട്ട് കയറി കഴിഞ്ഞാലല്ലേ കാരണം ഇന്ന് വീഡിയോ റീച്ച് ആയിക്കണ്ട. എന്റെ വീഡിയോ റീച്ച് ഞാനോ? ഓ അങ്ങനെ പൈസ കിട്ടി കഴിഞ്ഞാ മോനെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെലവുണ്ടാവും. എത്രയാണ് കിട്ടുന്നത് ആ പൈസ ആയിട്ട് നമ്മള് നേരെ പോകും. പോരെ? അത് ഉറപ്പല്ലേ കിട്ടില്ല. കാലങ്ങൾ പിടിക്കും. പക്ഷെ ഇത് അത്യാവശ്യം ഫണ്ട് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് തീർച്ചയായും. നിങ്ങളൊക്കെ ആക്റ്റീവ് ആണോ? അതൊക്കെ തുടങ്ങാം. അതിന് എന്ത് വേണമെന്ന് അറിയാം. നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത് ഇത് കാണുന്ന ഈ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം. നമ്മൾ ആരും എന്തായത് ആർട്ടിഫിഷ്യൽ ആവരുത്. ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോ നിങ്ങളൊക്കെ സംസാരമൊക്കെ മാറ്റി അങ്ങനൊന്നും വേണ്ട. നോർമൽ സോയലിനെ മതി നമുക്ക്. പാലക്കാടല്ല, തൃശ്ശൂര്. അതിന്റെ അടിയിൽ മറ്റേ കോഴിക്കോടം കയറി വന്നു. 2 തേങ്ങ ഗീവ് വെക്ക്. ഇപ്പൊ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിന്റെ താടി ഒഴിവാക്കിയപ്പോ എങ്ങനെയുണ്ട്? ഞാൻ സത്യം പറഞ്ഞ എനിക്കൊരു 5 വയസ്സ് കുറഞ്ഞു. സത്യം പറ.
എന്റെ പെണ്ണുങ്ങൾക്ക് പറ്റൂലോ, അതാണ് പ്രശ്നം. അതെന്താ അങ്ങനെ? എന്റെ പെണ്ണുങ്ങൾക്ക് താടി വെക്കണ പറ്റൂല, എന്റെ പെണ്ണുങ്ങൾക്ക് താടി ഉള്ളത് പറ്റൂല, താടി ഇല്ലാത്ത പറ്റൂല. അതെന്താ അങ്ങനെ? എനിക്കറിയില്ല, ഞാൻ അവളോട് പറഞ്ഞു ഇപ്പൊ താടിയൊക്കെ പോയി, ഇപ്പൊ മറ്റേ എന്താണ് എന്ത് ലുക്കാ, കൊറിയൻ ലുക്കായി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാണ് ട്രെൻഡ്. അല്ല ഞാൻ എനിക്ക് പേഴ്സണലി എനിക്ക് ശരിക്കും താടി ഇവിടെ എന്താ ആൾക്കാരൊക്കെ ഇവിടെ എന്ത് അങ്ങനെ ഇത്ര ആൾക്കാര്? അല്ല ഇവിടെ എന്താ നല്ല തിരക്കുണ്ടല്ലോ വണ്ടി കണ്ടിട്ടാണ്. അതാണോ? ആദ്യം പറയാൻ പഠിക്ക് എന്താണ് അനാൻഷ ഇങ്ങനെ ഫാൻസ് ഒക്കെ ഉള്ളപ്പോ കുറച്ച് നല്ല CBSE ആണ്. ഇംഗ്ലീഷ് പറഞ്ഞാള്. അതെ ഇവിടെ എത്തിയ നമ്മള് സൂര്യ വ്ലോഗ് ഒരു രസമല്ല, ഒരു 2 വരി പാട്ടാലോ? സൽമാൻ 2 പാടി പാടി അനാൻഷ പാടുവോ? എന്താണ്? മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തി മാനത്തുദിച്ചതോ മണ്ണിൽ ഉറച്ചതോ ഏതാണി രാജാത്തി ഏതാണി രാജാത്തി. ആരടാ അനാൻഷക്ക് ഗോള് വന്നു ഗൈസ്. ഒന്ന് വെയിറ്റ് ചെയ്യും, ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പ്രേക്ഷകരെ, ഒന്ന് വെയിറ്റ് ചെയ്യും. കാണാൻ പറ്റുമോ? ഇതൊരു കാര്യം ചെയ്യേ, എനിക്കിത് ഇപ്പൊ ചാർജ് ചെയ്യണം നിർബന്ധം ഉണ്ടോ? അപ്പൊ പൈസ ഇട്ട് കൊടുത്തില്ലേ? അപ്പൊ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, നമ്മള് ഈ കാറ് നന്നാക്കാൻ പോലെ ആ കടയിൽ കുറച്ചു നേരം കുത്തിയേക്കാം. എന്നിട്ട് നൈസിൽ എന്ത് ചെയ്യാ, അപ്പൊ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാ, എടുക്കുക, കാറ് നന്നാക്കണ്ടല്ലോ, പോരുക. ഞങ്ങളെ വണ്ടി ഒന്ന് ചെറുതായിട്ട് കേടന്നു, അപ്പൊ ഒന്ന് നന്നാക്കാൻ വേണ്ടി കയറുകയാണ്. സൂല എന്ത് ഹായ്, എന്താ സീൻ? എന്താണ് പഞ്ചറാണോ? എന്താണ് അനാൻഷ, എന്താ സംഭവം? എന്താണ് അവന്റെ വണ്ടി ഒന്ന് ഇവിടെ പൊളിച്ചിക്കാണ്ട് മുറിച്ച് കൊടുക്കാൻ പറ്റുമോ? വണ്ടി നല്ല നീറ്റിൽ കൊണ്ടെടുക്കില്ലടാ. അസപ്പിന്റെ വണ്ടി 10 കൊല്ലം കഴിഞ്ഞാലും ഷോറൂമിൽ ഇറക്കി ചേഞ്ച് ചെയ്യണം. എന്താ പറയാൻ കാരണം? അത്രക്ക് എന്താ പറയുക, ചെറിയൊരു മിസ്റ്റേക്ക് ആണ് അപ്പൊ സ്പോട്ടില്. സംഭവം കുറെ നേരമല്ലോ. പുതിയ ലൈന് സെറ്റ് ആണോ? ആരാ ഫാൻസാ? സൽമാന്റെ വീഡിയോ 1 മില്യൺ അടിച്ചോണ്ട് സൽമാന്റെ വക ചെലവുണ്ട്. അത് എവിടെ? നമ്മളെ ഒതുക്കങ്ങൾ ഷവർമിലയും ഞാനല്ല ഒരു പ്രാവശ്യം പോയത്. എവിടെ? അവിടെ എന്ത് മറ്റേ ഇതൊക്കെ ഇട്ടാണ്ട് നമ്മൾ നോർമൽ ഷവർമല്ലേ, ആ ഒരു വൈബ് വേറെ. അപ്പൊ ഇറങ്ങി മക്കളെ, സൽമാനിക്കാന്റെ വകയായിട്ടെന്ന്. ഒരു മിനിറ്റ് ഞാൻ ഇതിൽ ഇറങ്ങട്ടെ. സൽമാനിക്ക തോതുണ്ടാക്കണോ? ഒന്ന് വായിച്ചു തരുമോ? എനിക്ക് റുമാലില് മറ്റേ ഫുൾ മീറ്റ് അല്ലേ? എനിക്കേതാ? എനിക്ക് ലൈം മതി. ഒരു മിനിറ്റ്, സീപ്പ് അതുണ്ടോ? അതൊന്ന് കുത്തിയാലോ. സീപ്പിനുണ്ടോ? ഹാപ്പി. ഇവിടെ ഒരു കുളല്ലേ, നല്ല രസല്ലേ? ആദ്യം നല്ല രസം ഉണ്ടായിരുന്നു.
ഞാനോ നല്ല ഷവർമ്മ കണ്ടിട്ട് ഷവർമ്മ കുഴപ്പമില്ല. തിന്നിട്ട് പറയാം. കഴിച്ചിട്ട് എന്താ പാടെന്ന് നിങ്ങൾ പറഞ്ഞു തരാം. ഞാൻ എടുക്കട്ടെ? സൽമാൻ റിവ്യൂ പറ. എങ്ങനെയുണ്ട്? അടിപൊളി ജ്യൂസി ടൈപ്പ്. ജ്യൂസി കമ്മി കൊള്ളാല്ലേ? അത് വേണം. ജെന്യൂൻ അഭിപ്രായമാണോ? അത് നോർമൽ അല്ല ഷവർമ. മുന്നേ കഴിച്ചു. ഹലോ ഹലോ എക്സ്ക്യൂസ് മീ. അതെനിക്കുള്ള ഞാൻ നിങ്ങളെ റിവ്യൂ കണ്ടിട്ട്. ഓക്കേടാ, നല്ല ഷവർമ. അത് കഴിക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ പോയില്ലടാ, പോവാ. പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത പരിപാടി? എന്താ? ഇതാണ് ഞങ്ങൾ അനാൻഷ. പിന്നെ ഞാനെങ്ങനെ ആവുക? സിനോ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ പെരഞ്ഞ മുറ്റത്തേക്കല്ലേ? ആ വണ്ടി ഒന്ന് വൃത്തിയായല്ലോ. ജയിക്കിയതാ ഇവിടെ നിന്ന് ചെയ്താ? ആ വേഗം കേട്ടോ. വണ്ടി ഓടിക്കുവോ? മുന്നിക്ക് ചാടി കഴിഞ്ഞാല് അത് ബേക്ക് ചാടിച്ചോ? പെരിൽ എന്നിട്ട് എന്താ ഇരിക്കാൻ പറ്റും? അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ ഇനി പിന്നെ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.